നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. വീണ്ടും ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഭീഷണി വന്നിരിക്കുകയാണ്. ആണവായുധം പ്രയോഗിക്കും എന്നുള്ള ഭീഷണി. ഇന്ത്യ തങ്ങൾക്കെതിരെ ഒരു ആക്രമണം നടത്തിയാൽ ആകാവുന്ന എല്ലാ രീതിയിലും ഞങ്ങൾ തിരിച്ചടിക്കും, ആണവായുധം ഞങ്ങൾ പുറത്തെടുക്കും എന്നുള്ള വെല്ലുവിളി വന്നു. ആ വെല്ലുവിളി അങ്ങോട്ട് വന്ന് തൊട്ട് പിന്നാലെ തന്നെ ഇന്ത്യ അതിനേക്കാൾ നല്ലൊരു പണി കൊടുത്തു. അതായത് ചെനാബ് നദിയുടെ ഷട്ടർ അടച്ചു. ഇതോടുകൂടി വെള്ളം കൂടി മുട്ടിക്കുന്ന വീണ്ടും ആ ഒരു നീക്കത്തിലേക്കാണ് ഇന്ത്യ കടന്നിരിക്കുന്നത്. നമുക്കറിയാം, സിന്ധു നദി അതിൽ തൊട്ടാൽ കൈവെട്ടും, രക്തമൊഴുക്കും എന്നൊക്കെ ആയിരുന്നു ഇതിനു മുൻപത്തെ വെല്ലുവിളി. ആ വെല്ലുവിളിക്ക് തൊട്ടു പിന്നാലെ തന്നെ ഒന്നാന്തരം 8ന്റെ പണികൾ, യുദ്ധമല്ല, ആക്രമണവുമല്ല, മറ്റ് രീതിയിലുള്ള തിരിച്ചടികൾ ഇന്ത്യ കൊടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഇതെത്ര കിട്ടിയാലും ഇവന്മാർ പഠിക്കില്ല, വീണ്ടും വീണ്ടും ചോദിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ഇന്ത്യ ചോദിച്ചു, പാകിസ്ഥാൻ ചോദിച്ചു, ഇന്ത്യ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഈ ചെനാബ് ഷട്ടർ അടച്ചു, അണക്കെട്ടിൻ്റെ ഷട്ടർ അടച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അണക്കെട്ടിൻ്റെ ഷട്ടർ അടച്ചാൽ ഇപ്പോൾ എന്താണ് ഇത്ര വലിയ കാര്യം, ഇതൊരു തിരിച്ചടിയാണോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. പക്ഷേ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെള്ളമില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ ഇന്ത്യ പുറത്തെടുക്കുന്ന ഈ രീതിയിലുള്ള തിരിച്ചടികൾ പോലും താങ്ങാനുള്ള കെൽപ്പ് പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളത്തിൽ കൈവച്ചപ്പോഴത്തേക്ക് ഇവർക്കങ്ങ് പൊള്ളുന്നത്. ശരിക്കും മിണ്ടാതെ ഒരു മൂലയ്ക്കിരുന്നാൽ പോരായിരുന്നു. വെറുതെ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പണി മേടിക്കേണ്ട കാര്യം. ആണവായുധം പ്രയോഗിക്കും, അതിലൊരു ചെറിയൊരു തമാശയുണ്ട്. യുദ്ധം തമാശയല്ല, പക്ഷേ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞിട്ട് ഭീഷണി മുഴക്കി. അപ്പോൾ സാധാരണഗതിയിൽ മറ്റേതെങ്കിലും രാജ്യം ഇങ്ങനെ ആണവായുധം പ്രയോഗിക്കുമെന്നൊരു ഭീഷണി മുഴക്കിയാൽ എങ്ങനെയാണ് അതിന് പ്രതികരിക്കുക? കുറച്ചുകൂടി ആയുധങ്ങളെല്ലാം സംഘടിപ്പിച്ച് അതിനെ നമ്മളൊരു ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ചെയ്യുക. ഇവിടെ ചെയ്തത് എന്താ? ആദ്യത്തെ പ്രാവശ്യം ആണവായുധം മുഴക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് സിന്ധു നദീജലത്തിൻ്റെ അതങ്ങ് ക്ലോസ് വെച്ചു. അപ്പോൾ അയ്യോ വെള്ളം കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞ് ബഹളമായി കഴിഞ്ഞപ്പോൾ മുറിയിലെ വെള്ളം ഒന്ന് തുറന്നു വെച്ചു കൊടുത്തു. ഡാം തുറന്നു, വെള്ളം എടുത്തോളൂ. അപ്പോൾ വളരെ ചെറിയ കാര്യങ്ങളെ ഇന്ത്യ ചെയ്യുന്നുള്ളൂ. രണ്ടാമത് ഇപ്പോഴും ഞങ്ങളിപ്പം ആണവായുധം പൊട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ചെയ്തെന്താണ്? പതുക്കെ ഒരു ഷട്ടർ കുറച്ചൊന്ന് താഴ്ത്തി വെച്ചു. അടച്ചിട്ടില്ല, ഒന്ന് താഴ്ത്തി വെച്ചിട്ടേ ഉള്ളൂ. ഈ താഴ്ത്തുന്നതിന് മുമ്പ് അവിടുന്ന് കരച്ചിൽ തുടങ്ങി, ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് നമുക്കെതിരെ വലിയ ആണവായുധം പ്രയോഗിക്കുമെന്നൊക്കെ വലിയ വായിൽ വീമ്പിളക്കുന്നത്. കാരണം ഇവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു ചെറുവിരൽ അനക്കിയാൽ പോലും അതിനെതിരെ പിടിച്ചു നിൽക്കുന്നതിനുള്ള ഒരു കഴിവും ഇവർക്ക് വരുന്നില്ല. അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല. പാവങ്ങൾ, അവർക്ക് പറ്റില്ല അത്. പിന്നെ ഇപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പറച്ചിലും വീമ്പിലടിയും വല്ലാതെ കൂടുതലാന്നേ ഉള്ളൂ. ഇപ്പോൾ ചെനാബ് നദിയിലെ ബഗ്ലിഹർ അണക്കെട്ടിൻ്റെ ഷട്ടറാണ് അല്പം ഒന്ന് താഴ്ത്തി വെച്ചത്. ഇതോടുകൂടി പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറച്ചു. അപ്പോൾ ആദ്യം മുതൽ തന്നെ വെള്ളം കൂടി മുട്ടിക്കുന്ന ഒരു പരിപാടിയാണ് ആദ്യം മുതൽ ചെയ്തിരുന്നത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് ഹ്രസ്വ മധ്യ ദീർഘകാല നടപടികൾ കുറച്ചായിട്ട് ഒറ്റയ്ക്കങ്ങ് ഇതാക്കാനൊന്നും ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല. വളരെ ചെറിയ രീതിയിൽ അതിനൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്ത്യ നീക്കുന്നത്. സിന്ധു നദിയിൽ ഡാം കെട്ടിയാൽ തകർക്കും എന്ന് പാകിസ്ഥാൻ വെല്ലുവിളിച്ചിരുന്നു. ഇത് ഏറ്റെടുത്തിട്ടാണ് ഇന്ത്യ ഷട്ടറുകൾ വീണ്ടും താഴ്ത്തുന്നത്. സിന്ധു നദിയിൽ മാത്രമല്ല, ഞങ്ങളിതാ ഇപ്പോൾ അടുത്ത നദിയിലും ഷട്ടർ താഴ്ത്തുന്നു. സിന്ധു നദിയിൽ ഷട്ടർ താഴ്ത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡാം കെട്ടിയാൽ പൊട്ടിക്കുന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഡാമുകൾ തകർക്കണമെങ്കിൽ ഇപ്പോൾ തകർത്തോളൂ എന്നുള്ളൊരു സന്ദേശമാണ് ഇന്ത്യ പൊതുവെ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഹ്രസ്വകാല നടപടിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. അതുപോലും താങ്ങാനുള്ള കേൾപ്പ് പാവം പാകിസ്ഥാൻ ഇല്ല. അപ്പോൾ നമ്മളൊന്ന് മധ്യദൂരത്തേക്കോ അല്ലെങ്കിൽ ദീർഘദൂരത്തേക്കോ ഉള്ള പരിപാടികൾ ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പാകിസ്ഥാൻ അതിനെതിരെ പിടിച്ചു നിൽക്കുന്നത്? കാരണം ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഈ നീക്കമുണ്ടായപ്പോൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. കഷ്ടമാണ്. അവിടുത്തെ കർഷകരുടെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. കാരണം ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നതെല്ലാം തന്നെ ബഗ്ലിഹാറിൽ നിന്ന് എത്തുന്ന ജലമാണ്. അപ്പോൾ ജലം നദിയിലെ കിഷൻഗംഗ അണക്കെട്ടിൻ്റെ ഷട്ടറും ഇന്ത്യ താഴ്ത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൂടി താഴ്ത്തിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ കർഷക പ്രതിസന്ധി അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അവർക്കൊരു തുള്ളി വെള്ളം കിട്ടില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പാകിസ്ഥാനിൽ നല്ല പച്ചപ്പുണ്ട്. വെള്ളം ഇന്ത്യയിലത്തെയാണെന്നെങ്കിലും ഇന്ത്യക്കാർ കൂടുതൽ കൃഷി ചെയ്യുന്നത് അവിടെ ഉള്ളവരാണ്. പാകിസ്ഥാൻ പഞ്ചാബിലൊക്കെയാണ് നല്ലപോലെ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ വെള്ളമുണ്ടെങ്കിലും അതിൻ്റെ 80%ൻ്റെയും അവകാശം കൊടുത്തിരിക്കുന്നത് നമ്മൾ പാകിസ്ഥാനാണ്. അപ്പോൾ അതൊന്ന് കുറയ്ക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു 80%, 80%-ൽ 8% കുറച്ചപ്പോൾ പോലും പാകിസ്ഥാന് നിലനിൽപ്പില്ല.
അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിനെ തുടർന്നിട്ടാണ് പാകിസ്ഥാൻ ഇത്തരം ഒരു തിരിച്ചടി, കനത്ത തിരിച്ചടി എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ രീതിയിലുള്ള തിരിച്ചടി ഇന്ത്യ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വടിവെട്ടി ഒന്ന് കൊട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ, കൊട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ അപ്പോഴേക്കും വലിയ വായിലുള്ള കരച്ചിലാണ് പക്ഷേ കേൾക്കുന്നത് അവിടുന്ന്. അപ്പം ആദ്യം നമ്മൾ ഉദ്ദേശിച്ചത് ഇതാണ്, സിന്ധു നദിയിലെ ഡാം പണിത് പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് തടയും എന്നായിരുന്നു ആദ്യം പ്രതികരിച്ചത്. അതിനുശേഷം പിന്നീട് നമ്മൾ പറഞ്ഞു പാക് പൗരന്മാരെ എല്ലാം തിരിച്ചയക്കാൻ തുടങ്ങി, ഇവിടെ ആരും വേണ്ട, പാക് പൗരന്മാരെല്ലാം തിരിച്ചയക്കുന്നു. അതിനുശേഷം പിന്നീട് തീരുമാനമെടുത്തു വിസ റദ്ദാക്കി, അതുപോലെ തന്നെ ഇനിയൊരു വിസ അനുവദിക്കില്ല എന്നും പറഞ്ഞു. അതിനുശേഷം പിന്നീട് വാണിജ്യ ബന്ധം നിർത്തി, ഇന്ത്യയുമായി പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കച്ചവട ബന്ധങ്ങളും നിർത്തി. അപ്പോൾ ഇതോടുകൂടി ചെറിയ വിലക്കയറ്റം ഇന്ത്യയിൽ ഉണ്ടാകും എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ഇന്ത്യക്ക് ഇതുവരെയുള്ള ഒരു പ്രശ്നങ്ങളെ കൊണ്ടും യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ പാകിസ്ഥാനിലെ അവസ്ഥ അതല്ല. വാണിജ്യബന്ധം നിലനിർത്തിയോട് കൂടിയിട്ട് അവിടെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്താൻ തുടങ്ങി. കാരണം ഇവരിൽ നിന്ന് പല കാര്യങ്ങൾക്കും ഇന്ത്യയെ കൂടി ആശ്രയിച്ചിട്ടാണ് പാകിസ്ഥാൻ നിലനിൽക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളും എല്ലാവരും തന്നെ പാകിസ്ഥാനോട് ഉടക്കിയിരിക്കുകയാണ്. അതാണ് അടുത്ത പ്രശ്നം. അവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു വിമാനങ്ങളും ഞങ്ങളുടെ അതിർത്തിയിലൂടെ പറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യോമപാത അടച്ചത്. വ്യോമപാത അടച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോൾ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ പാക് വ്യോമപാത ഉപയോഗിക്കുന്നില്ല. കാരണം എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഭീതി മറ്റ് രാജ്യങ്ങൾക്കും ഉണ്ട്. അങ്ങനെ പാകിസ്ഥാന്റെ വ്യോമപാത അവരാരും തന്നെ ഉപയോഗിക്കുന്നില്ല. ഒരു ദിവസം എത്രയോ കോടി രൂപയുടെ നഷ്ടമാണ്. കാരണം വ്യോമപാത ഉപയോഗിക്കുമ്പോൾ അതിന് നമ്മൾ പൈസ കൊടുക്കണം. ഏത് രാജ്യമാണോ, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ എയർപോർട്ടിലേക്ക് പണം കൊടുക്കുന്നുണ്ട്, എയർപോർട്ട് അതോറിറ്റിക്ക് നമ്മൾ പണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള വരുമാനം മൊത്തം നിലച്ചിരിക്കുകയാണ്. അതുപോലെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എല്ലാത്തരം ഇറക്കുമതിയും അവസാനിപ്പിച്ചു. ഇന്നലെയാണ് അത് അവസാനിപ്പിച്ചത്. പാകിസ്ഥാൻ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖത്ത് വിലക്ക് ഏർപ്പെടുത്തി. പാകിസ്ഥാനിൽ നിന്നുള്ള തപാൽ പാഴ്സൽ ഇടപാടുകളെല്ലാം തന്നെ റദ്ദാക്കി. അപ്പോൾ എല്ലാ തരത്തിലും ഇപ്പോൾ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേടിച്ചിട്ടാണ് വ്യോമപാത ഉപയോഗിക്കുമ്പോൾ എങ്ങാനും വ്യോമമാർ വല്ലതും ചെയ്യും, ആക്രമണം ഉണ്ടായെങ്കിലോ വെച്ചിട്ട് അവരും അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ മൊത്തം വരുമാനം അടപടലം പൊളിഞ്ഞടുങ്ങി നിൽക്കുകയാണ്. അതാണ് ഈ പാകിസ്ഥാൻ ഓവർ സ്മാർട്ട്നെസ് ആയിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരർ കയറി ആക്രമിക്കുമ്പോൾ അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് തടി തപ്പാമെന്നാണ് കരുതിയത്. അപ്പോൾ ലോകരാജ്യങ്ങൾ എല്ലാവരും പാകിസ്ഥാനൊപ്പം നിൽക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ആക്രമണം നടന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ ഇന്ത്യക്ക് ഇത് പാകിസ്ഥാൻ നടത്തിയ, പ്രത്യേകിച്ച് പാക് ചാരസംഘടനയും പാക് പട്ടാളവും ചേർന്ന് നടത്തിയ നീക്കമാണ് എന്ന് നിഷ്പ്രയാസം തെളിയിച്ചു കൊടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് ആർക്കും പാകിസ്ഥാനൊപ്പം നിൽക്കാൻ പറ്റുന്നില്ല. ഈ പറയുന്ന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും പാകിസ്ഥാൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം ലോകവേദികളിലും അതുപോലെ തന്നെ ഇന്ത്യയെ പിണക്കി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് മറ്റ് രാജ്യങ്ങൾക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം നയതന്ത്രപരമായും അതുപോലെ തന്നെ വാണിജ്യ പങ്കാളിയും ഒക്കെയാണ് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുടെ എല്ലാം. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു നയാ പൈസയും ഇല്ലാത്ത പട്ടിണി രാജ്യമായ പാകിസ്ഥാനെ കൂടെ നിർത്താനാണോ അതോ ഇന്ത്യയെ കൂടെ നിർത്താനാണോ മറ്റു രാജ്യങ്ങൾ ശ്രമിക്കുക? ഇപ്പോൾ ആണവ ആക്രമണം നടത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് റഷ്യയിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥനാണ്. അയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ റഷ്യ, നമുക്കറിയാം എല്ലാ കാലത്തും റഷ്യ ഇന്ത്യയോടൊപ്പം നിന്ന ചരിത്രമാണ് ഉള്ളത്. ഇന്ത്യക്ക് ഒരു അപകടം ഉണ്ടാകും എന്നുള്ള ഘട്ടത്തിൽ അമേരിക്കയേക്കാൾ മുൻപിൽ പാഞ്ഞെത്തുന്നത് റഷ്യയാണ്. ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ വീണ്ടും പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ നയതന്ത്ര ഉദ്യോഗസ്ഥന് ഉടൻ തന്നെ ഒരു പണി കിട്ടും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാനിലെ കർഷകരെ സംബന്ധിച്ചാണ് ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഇവരുടെയൊക്കെ ഈ വെല്ലുവിളികൾക്കും ആക്രമണം നടത്തും, ഞങ്ങൾ ആണവായുധം എടുക്കും എന്നുള്ള ഈ വെല്ലുവിളികളൊക്കെ അവിടുത്തെ സാധാരണക്കാരെയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ സിന്ധു നദിയിലെ വെള്ളം തടയുമ്പോഴും അതുപോലെ തന്നെ ചെനാബ് അണക്കെട്ടിൻ്റെ ഷട്ടർ അടയ്ക്കുമ്പോഴുമൊക്കെ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കർഷകരെയാണ് നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ബദലായിട്ടുള്ള ഒരു മാർഗം കണ്ടെത്തി കർഷകരിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു മാർഗവും പാകിസ്ഥാൻ ഭരണകൂടത്തിനില്ല. മതിയായ ജലം എത്തിക്കാൻ കഴിയില്ല, അവർക്ക് വെളിച്ചമോ ഭക്ഷണമോ പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണ്
ഇപ്പോൾ ഇന്ത്യക്ക് നേരെ നിന്നുകൊണ്ട് മറ്റേ ഞങ്ങൾ ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് എത്ര പഹൽഗാം ആക്രമണം നടന്നതിന് ശേഷം ഈ വെല്ലുവിളിയാണ് നിരന്തരം ഈ വെല്ലുവിളി. യുദ്ധം ചെയ്യുന്നുണ്ട്, ഓരോ ഭാഗത്ത് വെടിപൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെടിനിർത്തൽ കരാർ നഗ്നമായ ലംഘനമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. അതായത് ഇന്ത്യയുടെ പല അതിർത്തികളിലേക്കും ഇപ്പോൾ അതിർത്തി പോസ്റ്റുകൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്തുന്നുണ്ട്, വെടിവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അപ്പോഴും സംയമനം പാലിക്കുന്ന ഒരു നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. പക്ഷേ കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് ഈ പുലി പതുങ്ങുന്നത് മറ്റേ ഒളിക്കാനല്ലല്ലോ, കുതിക്കാൻ തന്നെയാണല്ലോ. എത്ര കിട്ടിയാലും ഇവർക്ക് മതിയാവില്ല. എത്ര തിരിച്ചടികൾ ഇതിനോടകം. വെള്ളം വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും കളിക്കാൻ തുടങ്ങുന്നത്. കാരണം ഇനിയിപ്പോൾ ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് ഈ 5 നദികളിൽ നിന്നുള്ള വെള്ളവും നിർത്തലാക്കുമെന്ന സൂചനകൾ എത്തിക്കഴിഞ്ഞു. കാരണം പഹൽഗാമിന് തൊട്ട് മുമ്പുള്ള ഉപഗ്രഹ ചിത്രങ്ങളും അതിനുശേഷമുള്ള ചിത്രങ്ങളും നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ വരൾച്ച എത്തിക്കഴിഞ്ഞു. അപ്പം ഇനി 5 നദികളിലെ വെള്ളം കൂടി നിർത്തിക്കഴിഞ്ഞാൽ ഈ നദികളിൽ നിന്നാണ് പാകിസ്ഥാൻ ജലവിതരണം മുഴുവനും നടക്കുന്നത്. അപ്പോൾ കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിക്കഴിഞ്ഞു. അതോടുകൂടി ഇനി ഇന്ത്യക്ക് പാകിസ്ഥാന് വെള്ളം കൊടുക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ദശലക്ഷക്കണക്കിന് ആളുകളെ ഇത് ബാധിക്കും. 65 വർഷം പഴക്കമുള്ള കരാറാണ് ഇന്ത്യ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല ഉടമ്പടി ഒപ്പുവെച്ചത്. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ കരാർ ഒപ്പിടുന്നത്. കറാച്ചിയിൽ വെച്ചായിരുന്നു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാക് പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഈ കരാറിൽ ഒപ്പുവെക്കുമ്പോഴുള്ള നിബന്ധന പ്രകാരം കിഴക്കൻ നദികളാണ് സത്ലജ്, രവി, ബിയാസ് എന്നിവ ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചെനാബ് എന്നിവ പാകിസ്ഥാനും വീതിച്ചു നൽകി. കരാർ പ്രകാരം സിന്ധു നദീവ്യവസ്ഥയുടെ മൊത്തം ജലത്തിൻ്റെ 20% ഇന്ത്യ എടുക്കും, 80% പാകിസ്ഥാന്. അങ്ങനെയാണ് ആ 80% ഇപ്പോൾ കുറയാൻ പോകുന്നത്. അപ്പോൾ അതൊരു വലിയ രീതിയിലുള്ള കുറവാണ് വരുന്നത്. പക്ഷേ ഇതൊന്നും നോക്കാതെയാണ് ഇവരിപ്പോൾ 10 ദിവസമായി. 10 ദിവസവും ഇടയ്ക്കിടയ്ക്ക് നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇവർ. Malayali Warta Plus, like, share and subscribe.